ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു, ഇഡ്ഡലി ഉണ്ടാക്കി, ചമ്മന്തി, സാമ്പാർ അതൊക്കെ ഉണ്ടാക്കി അത് കഴിച്ചു. ദെൻ ഞാനൊരു സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ബീട്രൂട്ട് പൗഡർ ആട്ടോ എടുത്തിട്ടുള്ളത്. അതും പിന്നെ കുറച്ച് കട്ട തൈരില്ലേ അതും. അത് പാലിനാണെങ്കിൽ പാൽ, അലോവേറ ജെൽ, എന്താ റോസ് വാട്ടർ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ എടുത്ത് മിക്സ് ചെയ്തിട്ടുള്ളത് തൈരാട്ടോ. ഞാൻ തൈര് പാല് അതാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. അപ്പം ഞാനിപ്പോൾ തൈരിൽ ജസ്റ്റ് രണ്ടും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തൊരു ഇടാൻ പറ്റിയ ആ ഒരു തിക്നെസ്സിൽ, ആ ഒരു കൺസിസ്റ്റൻസിൽ ഞാൻ സെറ്റാക്കി. എന്നിട്ട് അത് മുഖത്ത് എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇത് എൻ്റെ മോനിടയിൽ കയറിയിട്ട് വരുന്നത്. അങ്ങനെ പിന്നെ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത്, പിന്നെ ഞങ്ങൾ എന്ത് സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴും അത് കഴുത്തിലും ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ആദ്യമൊന്നും ചെയ്തിരുന്നില്ല, പിന്നെ സ്കിന്നെ കുറിച്ച് കുറച്ചുകൂടി പഠിച്ച് ഇതായപ്പോൾ പിന്നെ രണ്ട് സൈഡിലും കഴുത്തിലായാലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ണാടി നോക്കിയിട്ട് കുറേ ഇങ്ങനെ ഇതൊക്കെ ആക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ലിപ്പ് എന്താ പറയുക സ്ക്രബ് റെഡിയാക്കി, തക്കാളി പഞ്ചസാര ഇട്ടിട്ട്. പിന്നെ ഹൈസറിന് വേണ്ടിയിട്ട് കുറച്ച് പാല് ചൂടാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു, ആള് വിശക്കുമ്പോൾ കൊടുക്കാൻ വെച്ചിട്ട്. അപ്പോൾ അത് തണുപ്പിച്ച് കുപ്പിയിലാക്കിയിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആള് വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അത് പിന്നെ കിച്ചണിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു. എന്താ ഡ്രസ്സൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലിട്ടു. ഹൈസറിൻ്റെ നമ്മൾ കയ്യിലിട്ട് വാഷ് ചെയ്യും, എൻ്റെ മെഷീനിലിടുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു, ബെഡ്ഷീറ്റൊക്കെ മാറ്റാണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ദെൻ മുഖമൊന്ന് വാഷ് ചെയ്ത്. അപ്പോൾ ഞാൻ എന്താ പറയാ, നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. സത്യമായാലും അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാനും പറ്റും. നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് എൻ്റെ ഫേസിൽ. ആ ഒരു ഞാൻ ഹൈസമിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ആളെ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. വാളതിൻ്റെ ഇടയിൽ കുറെ വികൃതികളൊക്കെ കാണിക്കുന്നുണ്ട്. അവനിക്ക് മുടി ഇടാൻ ഭയങ്കര മടി. അപ്പോൾ അവനായിട്ടുള്ള ഫൈറ്റാണ് കാണുന്നത്. അങ്ങനെ ആളെ സെറ്റാക്കണം. നല്ല വികൃതി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പൗഡർ ഇടുന്നതും അതൊക്കെ എടുത്ത് വലിച്ചു വാരിയിട്ട് കളിക്കുന്നു. പിന്നെ അവനെ വേഗം റെഡിയാക്കാന്ന് വിചാരിച്ചു, കാരണം അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടി പണിയും കൂടെ ഉണ്ട്. അങ്ങനെ പിന്നെ ആളിട്ട് കോലയിൽ പോയിരുന്ന് പാല് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അത് കൊടുത്തു. പിന്നെ കുറച്ച് മെഷീനിലിട്ട ഡ്രസ്സ് ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ ഒന്ന് നിവർത്തിയിട്ടു. ദെൻ കുറച്ച് വെള്ളം കുടിക്കാൻ ഞാൻ ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് അനക്ക് പറഞ്ഞിട്ടുള്ളത്. സോ അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം. പിന്നെ ഹെയർ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു, എണ്ണയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്തു. പിന്നെ കുളിച്ചു, സെറ്റായി. ദെൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. പിന്നെന്താ, ഇന്നിപ്പോ ഇവിടെയും അറിയില്ല, ഈവനിങ് ആയാലും അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഉച്ചയാവാനായപ്പോൾ 11 മണിയായപ്പോൾ പഴം കഴിച്ച് വെറുതെ ചുമ്മാ വീഡിയോസ് ഒക്കെ കണ്ട് ടി വി കണ്ടിരുന്നു. ദെൻ ഉച്ചയായപ്പോൾ പിന്നെ ചോറുണ്ടായിരുന്നു ടി വി കണ്ട്. ഈവനിങ് ആയപ്പോൾ ഉമ്മ പറഞ്ഞൊന്ന് പുറത്ത് പോകാൻ. ആയിരുന്നു കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. നമ്മൾ പോപ്പീസിന്നാട്ടോ മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് പമ്പേഴ്സ്, പിന്നെ ബോട്ടില്, പിന്നെ നെയിൽ കട്ടർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ മേടിച്ചു. എന്നിട്ട് ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ കറങ്ങിയപ്പോഴാണ് ഒരു പുതിയ ഷോപ്പ് വന്നത്, ഫുഡ് വെയറിൻ്റെത്. അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ചന്തപ്പടിയിൽ തന്നെയാണ്. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ബാഗ് ആയാലും ഫുഡ് വെയർ ആയാലും ലേഡീസിൻ്റെ ആയാലും ജെൻസിൻ്റെ ആയാലും കിഡ്സിൻ്റെ ആയാലും നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഹൈസന്ന് നമ്മളൊരു ഷൂ നോക്കി, പിന്നെ എനിക്കൊരു ചെരുപ്പും നോക്കി. ഞാൻ പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ രാത്രി ആയിട്ടോ എത്താൻ. ഞാനൊരു ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി, നൈറ്റ് ഓംലെറ്റ് ആട്ടോ കഴിച്ചതാണ്. പിന്നെ ഫ്രഷായി നൈറ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്തു, സെറ്റായി. ഇന്നിങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. സൺഡേ ചെറിയൊരു എന്താ പറയാ, ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വിചാരിച്ചത്, ഇത്രയേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഹൈസന്നെ റെഡിയാക്കി. ആളെ ഫോണിൽ കളിക്കുകയാണ്. പിന്നെ ആളെ വേഗം ഉറക്കിയില്ലെങ്കിലേ പിന്നെ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ കഴിഞ്ഞിട്ട് ആളെ വേഗം കിടത്തി ഉറക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. മനസ്സ് വിളിക്കും. സോ ആളായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ വേഗം കിടന്നുറങ്ങും. പിന്നെ അതൊക്കെ കഴിഞ്ഞു.
എന്താ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് എടുക്കാം, ഞാൻ വെള്ളം കുടിക്കട്ടോ, എടുക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. പിന്നെ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.